Hi everyone, this is Rinsi from Grow Malayalam channel. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പുതിയൊരു സിറ്റിയിലേക്ക് മാറാൻ നിൽക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലിയൊക്കെ കിട്ടി പുതിയൊരു സിറ്റിയിലേക്ക് മാറാൻ നിൽക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു വീടെടുത്ത് മാറാൻ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? സോ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കണം എന്ന് ഓർത്ത് നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമാവണമെന്നില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തം ഒരു സ്പേസിലേക്ക് മാറി നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് എന്തായാലും നമ്മൾ ആ കാര്യത്തിൽ എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷെ അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു വീട് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ ഉള്ള ചിലവുകളെക്കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പം എല്ലാ മാസം റെൻ്റ് അടയ്ക്കുന്നത് മാത്രമല്ല ഇവിടെ വരുന്ന ചിലവ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ഹിഡൻ കോസ്റ്റുകൾ ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു ചിലവുകളൊക്കെ നമ്മുടെ ബഡ്ജറ്റിനെയും ബാധിക്കാം. പക്ഷേ നിങ്ങളിവിടെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ് അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വീട് റെൻറ്റിന് എടുക്കുമ്പോൾ ശരിയായ ചിലവുകളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെ ആയിരിക്കും. അതായത് ഒരു വീട് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റിംഗിൽ നിന്ന് തുടങ്ങേണ്ടത്, എങ്ങനെ നമുക്ക് ശരിയായ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്താം, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ റെൻറ്റിന് എടുക്കും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലൈക്ക് ഇപ്പം റെൻ്റൽ എഗ്രിമെൻറ്റ്, പേപ്പർ വർക്ക്, ഹിഡൻ കോസ്റ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങിയാലോ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? എത്രയായിരിക്കും ഇതിൻ്റെ റെൻറ്റ്? ഇതല്ലേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. അല്ലെങ്കിൽ എത്ര വരെ റെൻറ്റ് എനിക്ക് താങ്ങാൻ പറ്റും, ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ മന്ത്ലി ഇൻകം അതുപോലെ തന്നെ മന്ത്ലി എക്സ്പെൻസ് നമ്മൾ എഴുതണം ഇതിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചിലവുകളും കൂട്ടണം. ലൈക്ക് ഇപ്പോൾ ഗ്രോസറി, ലോൺ പേയ്മെൻറ്റ്, ഫോൺ ബിൽ, ഗ്യാസ് എല്ലാം കൂടി കൂട്ടിയിട്ട് ബാക്കിയുള്ള ചിലവുകളും കൂടി ഇതിൽ കൂട്ടണം. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ പുറത്ത് പോകുന്നത്, എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന പൈസ, ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടണം. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എത്ര പണം ബാക്കിയുണ്ട് എന്നുള്ളത്. സോ നമുക്ക് എത്ര റെൻറ്റ് വരെ താങ്ങാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നിങ്ങളിപ്പം ഹൈദരാബാദിൽ നിങ്ങളുടെ പാരൻസിനൊപ്പം നിങ്ങൾ സ്റ്റേ ചെയ്യുകയെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു ജോലി കിട്ടിയിട്ട് നിങ്ങൾ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ചെന്നൈയിൽ ഇപ്പോൾ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കണം. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 35,000 രൂപ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇപ്പം എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു 10,000 രൂപ സേവ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം 25,000 രൂപയാണ് ഉള്ളത്. സോ നമുക്ക് 25,000 രൂപയിൽ കൂടുതൽ റെൻറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലായില്ലേ? സോ റെൻറ്റ് എത്ര വരെ അഫോർഡ് ചെയ്യാം എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇനി നമ്മൾ ശരിയായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ഇനി കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ശരിയായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ നിങ്ങൾ കണ്ടെത്തും? ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ബ്രോക്കർ വഴി നിങ്ങൾക്ക് അത് കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അപ്പോൾ എങ്ങനെ നിങ്ങൾ കണ്ടെത്തിയാലും ആദ്യം ഒരു ലൊക്കാലിറ്റി സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക്. അപ്പം ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ വർക്ക് സ്പേസിൻ്റെ അടുത്താണോ ഈ ഒരു പ്ലേസ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ നിന്ന് എനിക്ക് എത്ര പെട്ടെന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ബെറ്റർ പ്ലേസ് ആണോ? പിന്നെ പ്രോപ്പർട്ടിക്ക് ചുറ്റും സെക്യൂരിറ്റി നമ്മൾ നോക്കണം, സേഫ് ആണോ എന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ലോക്കൽ ഷോപ്പ്, ഫാർമസി, റെസ്റ്റോറൻറ്റുകളൊക്കെ അടുത്താണോ? വീട്ടിൽ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് പ്ലേസ് നമ്മൾ കണ്ടെത്തണം. സ്ഥലം നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് ശരിയായ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഫ്ലാറ്റ് നിങ്ങൾ ഫിസിക്കലി പരിശോധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫർണിച്ചർ, പ്ലംബിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ താമസിക്കും മുമ്പ് നമുക്ക് ഒരുപാട് റിപ്പയർ വർക്കൊക്കെ ആവശ്യം വരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ കാണപ്പെടുന്നു എന്ന് പരിശോധിക്കുന്നതിന് പുറമെ സൊസൈറ്റി നിങ്ങൾക്ക് നൽകുന്ന സൗകര്യങ്ങളും കൂടി നിങ്ങളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം സ്വിമ്മിംഗ് പൂൾ, അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ കാർ പാർക്കിംഗ്, ജിം, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ. അപ്പോൾ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലീസ് എഗ്രിമെൻറ്റ് മനസ്സിലാക്കുന്നതാണ്. സോ എന്താണ് ലീസ് അല്ലെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ലാൻഡ് ലോഡ് അതുപോലെ തന്നെ ടെനൻറ്റ് തമ്മിലുള്ള ഒരു ലീഗൽ കോൺട്രാക്റ്റിനാണ് ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ രണ്ട് പാർട്ടികളും പാലിക്കേണ്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും.
പൊതുവെ ഒരു 12 മാസം കൂടുമ്പം ഈ റെന്റ് എഗ്രിമെന്റ് പുതുക്കും. ഇപ്പം ജസ്റ്റ് ഒരു കോൺട്രാക്ട് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലാൻഡ് ലോഡും അതുപോലെ തന്നെ ടെനൻറ്റും കൺസേൺഡ് അതോറിറ്റിയിൽ കോൺടാക്ട് ചെയ്ത് നോട്ടറീനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാറ്റം വരും. ഇപ്പം രജിസ്ട്രേഷൻ അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ റെന്റ് എഗ്രിമെന്റ് ഒരു രജിസ്റ്റേർഡ് ഡീഡ് ആവും. അപ്പോൾ ടെനന്റിന് ഈ ഒരു ഡീഡ് അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പം ഉള്ള ചോദ്യം ഇതാണ്, ഈ ഒരു എഗ്രിമെന്റിൽ എന്തൊക്കെ ക്ലോസുകളാണ് കവർ ചെയ്യുന്നത്? അപ്പം ഇതിൽ റെന്റ് പീരീഡിന്റെ ഡ്യൂറേഷൻ കവർ ചെയ്യുന്നുണ്ടാവും, മന്ത്ലി റെന്റ് എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എത്രയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, റെന്റ് അടയ്ക്കാൻ നിങ്ങളിപ്പോൾ താമസിച്ചുള്ള ലേറ്റ് ഫീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അഡീഷണൽ ചാർജുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഡാമേജ് അല്ലെങ്കിൽ റിപ്പയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ടെനന്റ് റൈറ്റ്സ് എന്തൊക്കെയാണെന്നുണ്ടാവും, അതുപോലെ തന്നെ ലാൻഡ് ലോഡിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിലുണ്ടാവും. അപ്പം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, അതുപോലെ നമ്മൾ പറഞ്ഞ മെയിൻ്റെനൻസ് ചാർജുകളൊക്കെ എന്നുള്ളത് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ്. സോ എന്താണ് റെന്റൽ എഗ്രിമെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് തരും മുമ്പ് ലാൻഡ് ലോഡ് നമ്മളോട് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇഷ്യൂഡ് ID കാർഡ്സ് ലൈക്ക് ഇപ്പം ആധാർ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡൊക്കെ നിങ്ങൾക്ക് ഐഡന്റിറ്റി പ്രൂഫായിട്ട് എടുക്കാം. ഇനി അടുത്ത് പ്രൂഫ് ഓഫ് അഡ്രസ് ആണ്. അപ്പം നിങ്ങളുടെ പെർമനന്റ് അല്ലെങ്കിൽ കറന്റ് അഡ്രസ്സിലുള്ള ഏതൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫായിട്ട് എടുക്കാം, ലൈക്ക് ഇപ്പം ആധാർ കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ. ഇനി അടുത്ത് ഇൻകം പ്രൂഫാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ എടുക്കാം. ഇനി നമുക്ക് ഹിഡൻ കോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബ്രോക്കറേജ് കമ്മീഷനാണ്. അപ്പോൾ ഒരു ബ്രോക്കർ വഴി നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് അത് അവർ വഴി നിങ്ങൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രോക്കറേജ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്, ഇവിടെ വരുന്ന ബ്രോക്കറേജ് എത്രയാവാം? അപ്പോൾ ഓരോ സിറ്റി അനുസരിച്ച് ഈ കോസ്റ്റിൽ മാറ്റം വരാം. ഇതിപ്പം നിങ്ങളുടെ ഇപ്പോൾ വാടകയുടെ പകുതി മുതൽ ഒരു മാസത്തെ വാടക വരെ ബ്രോക്കറേജ് ഫീ വരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ പല സിറ്റികളിൽ ബ്രോക്കറേജ് ചാർജുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇത് ഞാൻ പറയാം. നിങ്ങളിപ്പം ഹൈദരാബാദിൽ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ നിൽക്കുവാണ്, പുതിയൊരു ജോലി കിട്ടി ചെന്നൈയിലേക്ക് നിങ്ങൾ മാറുവാണ്. ഇപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ 2 BHK അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ബ്രോക്കർ വഴി ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുവാണ്, 25,000 രൂപയാണ് ഇവിടെ റെൻറ്റ്. അപ്പോൾ ഇവിടെ ബ്രോക്കറേജ് ചാർജ് എത്ര വരെയാണ് വരുന്നത്? ഈ ഒരു ടേബിൾ അനുസരിച്ച് നിങ്ങളുടെ ബ്രോക്കറേജ് വരുന്നത് 25,000 രൂപയായിരിക്കും. ഇനി നമ്മുടെ സെക്കൻഡ് ഹിഡൻ കോസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് എടുക്കും മുമ്പ് ലാൻഡ് ലോഡ് നിങ്ങളോട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചോദിക്കും. അപ്പോൾ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്ന കാലത്ത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് വരുത്തുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റെൻറ്റ് അടയ്ക്കാതെയൊക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടാൽ അതൊക്കെ കവർ ചെയ്യാനായിട്ടാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഇനിയിപ്പം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എത്രയാണ് എന്നതാണ് ഇവിടുത്തെ അടുത്ത ചോദ്യം. ഇപ്പോൾ 2021 മോഡൽ ടെനൻസി ആക്ട് പ്രകാരം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ കേസിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 2 മാസം വാടകയിൽ കൂടാൻ പാടില്ല. ഇനിയിപ്പോൾ നോൺ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ 6 മാസം വാടകയിൽ കൂടാൻ വേണ്ടി പാടില്ല ഇത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് വരുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലാൻഡ് ലോഡ് നിങ്ങളോട് 2 മാസം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും? 25,000 × 2 മാസം, അതായത് 50,000 രൂപ. ഇനി അടുത്ത ഹിഡൻ കോസ്റ്റ് വരുന്നത് മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ റിപ്പയർ പോലത്തെ ആവശ്യങ്ങൾക്കാവും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ലാൻഡ് ലോഡ് ചോദിച്ചിരിക്കണം, അതായത് മെയിൻ്റെനൻസ് ആരാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നോർമലി ഈ ചാർജുകളൊക്കെ റെൻറ്റിൽ വരും, അല്ലെങ്കിൽ ടെനൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കും. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ചാർജൊക്കെ ഓരോ സിറ്റി അനുസരിച്ച് മാറാം. അപ്പോൾ ചാർജ് ഇത്രയാണ് എന്നൊന്നും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പാർക്കിംഗ് ഫീസ് ഉണ്ടോ, കൊടുക്കണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കണം. ആ ഒരു കാര്യമൊക്കെ ചോദിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇവിടെ. വീണ്ടും നമ്മൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് വരുവാണ്. ഇപ്പോൾ പെർ മന്ത് നിങ്ങളുടെ മെയിൻ്റെനൻസ് വരുന്നത് 2,000 രൂപയാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ഇനി അടുത്ത ഹിഡൻ കോസ്റ്റ് മൂവിങ് കോസ്റ്റ് ആണ്. നിങ്ങളിപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുവാണ് ഇപ്പം. അപ്പം നിങ്ങളത് എങ്ങനെ ചെയ്യും? ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ട്രക്ക് ആക്സസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് റെൻറ്റിന് എടുക്കുകയോ അല്ലെങ്കിൽ ഹയർ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിൻ്റെ ചാർജ് എങ്ങനെയാണ്? നിങ്ങൾക്കിപ്പം ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ചാർജ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മൂവിങ് കോസ്റ്റ് ഏകദേശം ഒരു 18,000 മുതൽ 30,000 രൂപയോളം വരും. അപ്പോൾ ഇവിടെ ഒരു 20,000 രൂപയോളം ആകുമെന്ന് കൂട്ടിക്കോ. ഇനി നമ്മൾ ആദ്യത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ ശരിയായ ചിലവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മാസം നിങ്ങൾ 1,22,000 രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ കോസ്റ്റ് ഇനിയും കൂടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഹിഡൻ കോസ്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് ശരിയായിട്ടുള്ളൊരു തീരുമാനം നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഇന്ത്യയിലെ മിക്ക സ്ഥലത്തും തന്നെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ലാൻഡ് ലോണിന് എല്ലാ വർഷവും ഒരു 10 മുതൽ 11% വരെ റെന്റ് കൂട്ടാം. സോ ആ ഒരു എമൗണ്ടും കൂടി അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് റെന്റ് എഗ്രിമെന്റിലെ ഇൻക്ലൂഷൻസ് ആണ്. സോ എന്താണ് ഇൻക്ലൂഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലാൻഡ് ലോഡ് റെന്റ് എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ അതിലെ ക്ലോസുകളൊന്നും വായിക്കാതെയാവും സൈൻ ചെയ്യുന്ന എഗ്രിമെന്റ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എഗ്രിമെന്റ് മൊത്തം നോക്കിയിട്ട് വേണം നിങ്ങൾ സൈൻ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്ലോസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കണം, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ചാർജ് ലാൻഡ് ലോഡ് പേ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വലിയൊരു ഷോക്കൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ലോക്ക് ഇൻ പീരീഡ് ക്ലോസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ഒരു മിനിമം ഇത്ര കാലത്തേക്ക് ആ വീട്ടിൽ നിങ്ങൾ താമസിക്കണമെന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. നോർമലി ഇത് 1 ഇയർ പീരീഡ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ക്ലോസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം മോഡൽ ടെനൻസി ആക്ട് പ്രകാരം മന്ത്ലി റെന്റിന് 2 ഇരട്ടി കൂടാൻ പാടില്ല ഡിപ്പോസിറ്റ് എമൗണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കേറ്റ് ചെയ്യുമ്പോൾ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യും മുമ്പ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അതുപോലെ തന്നെ റെന്റ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇനി എവിക്ഷൻ ക്ലോസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് ലാൻഡ് ലോഡ് നിങ്ങളുടെ വീട് ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെട്ട അറിയിപ്പ് കാലയളവ് എത്രയായിരിക്കും എന്നതാണ് ഇത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു അപ്പാർട്ട്മെൻ്റ് ഒക്കെ നമ്മൾ റെന്റിന് എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഈ പറയാം. അപ്പം നിങ്ങളുടെ റെൻ്റൽ എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യും മുമ്പ് നിങ്ങൾ അത് മൊത്തം നിങ്ങൾ വായിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ നിങ്ങൾ ലാൻഡ് ലോഡിനോട് അത് ചോദിക്കണത്. പിന്നീട് നമ്മൾ അയ്യോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പം തന്നെ എല്ലാം അങ്ങ് ക്ലിയർ ചെയ്ത് വെക്കുന്നത് തന്നെയല്ലേ നല്ലത്. അത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ റെൻറ്റ് കൂടാതെ വേറെ ചിലവുകളും വരും. സോ ഇവിടെ വരുന്ന ഹിഡൻ കോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതായത് ഇപ്പം ബ്രോക്കറേജ്, മെയിൻ്റെനൻസ് ചാർജ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒക്കെ. സോ റെൻ്റൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും മുമ്പ് ഈ ഒരു കോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലാൻഡ് ലോണിൻ്റെ അടുത്ത് നിങ്ങൾക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് റെൻറ്റിൽ അല്ലെങ്കിൽ ബാക്കി കോസ്റ്റിലൊക്കെ ഒരു ബെറ്റർ ഡീൽ നിങ്ങൾക്ക് കിട്ടിയാലോ. സോ ഇതായിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.